അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, കഥയുടെ കലാവറയായ ഈ കലാവേദി ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് വൃദ്ധയായ മാതാവിന് ഹിദ്മത്തൊടുത്ത മകൻ അല്ലാഹു തആല വലിയ അനുഗ്രഹം നൽകി. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഓ നാദാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചോട്ടുകാരനാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും പുഴകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു വരാൻ മാത്രം ഒരു സ്വാലിഹായ ഇറച്ചോട്ടുകാരൻ ഈ ഗ്രാമത്തിൽ നിന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ മറുപടി. മൂസാ നബി അലൈഹിസ്സലാം അവിടെ വിട്ട് വീണ്ടും യാത്രയായി. അന്വേഷണത്തിലൊടുവിൽ ഒരു ഇറച്ചുവെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളുടെ കടയുടെ അടുക്കലേക്ക് പോയി. ഇതല്ലായിരിക്കും എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി കുറച്ച് മാറി നിന്നു. കുറച്ചു സമയത്തിനകം മുന്നോട്ട് നിന്നു. ആ മനുഷ്യൻ ധാരാളം ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നു. അവസാനം കുറച്ച് മാംസം മാത്രം മാറ്റിവെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനു വന്നതാണ്? ഞാൻ വെറുതെ വന്നതാ. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഞാൻ മിസ്രിൽ നിന്ന് വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പോകാൻ നിന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് പോകരുത്, അങ്ങ് ഇന്നത്തെ എൻ്റെ അതിഥിയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും യാത്രയായി. നടന്നൊരടഞ്ഞ കിടഞ്ഞ വീടിന്റെ മുമ്പിലെത്തി. ആ വീടിന്റെ വാതിൽ ആ മനുഷ്യൻ തള്ളി തുറന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ച് അനയിച്ചിരുത്തി. ആ മറച്ചിയുമായി അടുക്കലേക്ക് കൊണ്ടുപോയി കഴുകി അടുപ്പിലാക്കി. ആ പാചകം ചെയ്ത ഇറച്ചിയുമായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല, താനല്ലാതെ മറ്റാരുമില്ല ഇവിടെ? ഉണ്ട് എന്ന മറുപടിയിൽ വീണ്ടും അടുക്കളയിലേക്ക് പോയി. അതാ കുറച്ചു സമയത്തിനകം ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങി പിടിച്ചതാ വരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തൊരു കസാലയിലേക്ക് ഇരുത്തി. എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിന് മാതാവ് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ മകൻ മാതാവിന് ഭക്ഷണം കൊടുത്തു. ഒരു പൊട്ട് ഇറച്ചെടുത്ത് കയ്യിൽ വെച്ച് മയമാക്കി വായിലേക്ക് വെച്ച് കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ മാതാവിനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു. ആ മാതാവ് കിടന്ന സ്ഥലത്തെ എല്ലാ വിസർജന വസ്തുക്കളും മാറ്റി ശുദ്ധിയാക്കി. ആ മാതാവിനെ അവിടെ കിടത്തി ആ മകൻ വെളിയിലേക്ക് പോയി. അപ്പോൾ ആ മാതാവിന്റെ അധരങ്ങൾ ചലിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു നോക്കി. എന്താ അറിയാമോ കൂട്ടുകാരെ, യാ റബ്ബനാ, എന്നെ ശോധനീയാവസ്ഥയിൽ നിന്ന് നോക്കുന്ന എൻ്റെ പൊന്നു മകനെ മൂസാ നബി അലൈഹിസ്സലാമിനൊപ്പം സ്വർഗത്തിൽ കടത്തണമേ എന്നായിരുന്നു. അത് കേട്ട് മൂസാ നബി അലൈഹിസ്സലാം സന്തോഷഭരിതനായി ആ മകനെ അടുക്കലേക്ക് വിളിച്ചു. മകനെ, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ കരീമുല്ലാഹി മൂസ, ഞാൻ പ്രവാചകനായ മൂസയാണ് മകനെ. അത് കേട്ട മകൻ സന്തോഷഭരിതനായി കൺവാർന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ ആനിങ്ങനെ ചെയ്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സലാം പറഞ്ഞു മടങ്ങി. കൂട്ടുകാരെ, ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? മാതാപിതാക്കൾക്ക് ധാരാളം ഹിദ്മ ചെയ്യുക. മാതാപിതാക്കളെ ദുആക്ക് അല്ലാഹു തആല എന്തായാലും ഉത്തരം നൽകും. മാതാപിതാക്കളെ പൊരുത്തവും കുരുത്തവുമുള്ള മക്കളെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ